ഇന്നലെ ED ഉപയോഗിച്ച് സഖാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ സംഘപരിവാർ നടത്തിയ രാഷ്ട്രീയ നാടകത്തിനിടയിൽ EDയുടെ രാഷ്ട്രീയ വേട്ടയിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയത് നൂറുകണക്കിന് CPIM പ്രവർത്തകരും അനുഭാവികളും ഒക്കെയാണ്. ED ഉദ്യോഗസ്ഥരെയും വഹിച്ചു വന്ന വാഹനങ്ങൾക്കു നേരെ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി ഒഴുകി. അപ്പോൾ ആ സംഭവത്തിൽ ഒരു ടാക്സി കാർ, അയാളൊരു തൊഴിലാളിയാണല്ലോ, ഒരു സാധാരണ തൊഴിലാളി, ആ കാർ ഉപയോഗിച്ച് ഉപജീവന മാർഗം നടത്തുന്നയാളാണ്. വലിയ പ്രതിഷേധത്തിനും രോഷത്തിനും ഇടയിലെ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടുപോയ ആ കാറിൽ വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. അയാൾക്കും പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഒരു തൊഴിലാളി എന്ന നിലയിൽ ആ തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ CPIM എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ CPIMൻ്റെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു. ആ വിവരം നിങ്ങളോട് പറയാനാണ് ഈ മാധ്യമ നിങ്ങളെ കണ്ടത്. സഖാവ് വി ജോയിയും അതോടൊപ്പം തന്നെ സഖാവ് കടകംപള്ളി സുരേന്ദ്രനും രണ്ടുപേരും ആ ചെറുപ്പക്കാരനുമായി സംസാരിക്കുകയും അദ്ദേഹം ഞങ്ങളെ കാണുകയും ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ കേൾക്കുകയും അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനുണ്ടായ വ്യക്തിപരമായ ആ നഷ്ടത്തിൽ തീർച്ചയായും ഒരു തൊഴിലാളിക്കുണ്ടായ വ്യക്തിപരമായൊരു നഷ്ടം, ഒരു സാധാരണ മനുഷ്യനുണ്ടായ വ്യക്തിപരമായ നഷ്ടത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോട് അങ്ങേയറ്റം വളരെ കൃത്യമായി തന്നെ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപജീവന മാർഗമാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഞങ്ങളതിനെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം, അദ്ദേഹവുമായി സംസാരിച്ച കാര്യവും നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണാൻ വേണ്ടി തയ്യാറായത്. പ്രധാനമായും നിങ്ങളുടെ മുമ്പിൽ വന്ന ഒരാളാണ് ഞങ്ങളുടെ മുൻപിൽ ഇപ്പോഴുള്ളത്. അത് ആ മുൻപിൽ സഞ്ചരിച്ച ശ്യാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പ്രധാനപ്പെട്ട വാഹനം. അതിനാണ് കൂടുതൽ കേടുപാട് സംഭവിച്ചിരിക്കുന്നത്. മറ്റുള്ള ആളുകളെ അവർക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞു, അവരെയും ഞങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കേടുപാടുണ്ടായത് ഈ പറയുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ആ യഥാർത്ഥ മാധ്യമങ്ങളോടും ഞങ്ങൾക്ക് കാര്യത്തിൽ നന്ദിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ സമൂഹത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ നിങ്ങളും വഹിച്ച പങ്കിനെ ഞങ്ങൾ ശ്ലാഘിക്കുകയാണ്. ഞങ്ങളും അക്കാര്യത്തിൽ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPIMനെ പോലൊരു തൊഴിലാളി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണതെന്ന് തിരിച്ചറിഞ്ഞാണ് ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് ആ ചെറുപ്പക്കാരനുമായി ഞങ്ങൾ നേരിട്ട് സംസാരിച്ചു. ശരി, അല്ല നഷ്ടം ഇപ്പോൾ അതിൻ്റെ നഷ്ടത്തെ സംബന്ധിച്ച് പരിശോധന നടത്തി വരണം, എത്രയാണെന്നുള്ളത് പറയട്ടെ. അതെ, അസസ് ചെയ്യണം. അസസ്മെൻറ്റിന് ശേഷം ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ആ കാര്യങ്ങൾ അവരുമായി, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ തരത്തിലുള്ള ആശയങ്ങളും. ആ രംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ട്. ആ രംഗത്ത് പ്രവർത്തിക്കുന്ന യൂണിയൻ ഉണ്ട്, ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ. അത് വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന യൂണിയനാണ്. ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ അയാൾക്കുണ്ടായിട്ടുള്ള വിഷമം പരിഹരിക്കാൻ യൂണിയൻ ആവശ്യമായിട്ടുള്ള അതല്ല അത് കേസിന്റെ വഴിക്ക് പൊക്കോളും. അതൊന്നും കുഴപ്പമില്ല. അയാളുടെ ഉപജീവനമാണ് ഒരു വിഷമം വന്നിരിക്കുന്നത്. ആ യൂണിയൻ ഇടപെട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇത് കേസുമായുള്ള ബന്ധപ്പെടുത്തേ വേണ്ട. ഒരു വ്യക്തിക്കുണ്ടായ പ്രശ്നം, ഒരു തൊഴിലാളിക്കുണ്ടായ പ്രശ്നം, അയാളുടെ ഉപജീവന മാർഗത്തിനുണ്ടായ ആഘാതം ദൗർഭാഗ്യകരമാണ്. ആ പർട്ടിക്കുലർ ഇഷ്യൂവിനെ ഞങ്ങളെപ്പോലൊരു പാർട്ടി അഡ്രസ് ചെയ്തു. അത്രയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.